ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞമ്മൻ്റെ ആളുകൾ എന്ത് ചെയ്താലും ശരി അതിനെ ന്യായീകരിക്കണം, അതിനെ പെയിന്റ് അടിച്ച് വെളുപ്പിക്കണം, മറ്റുള്ളവർക്ക് മുമ്പിൽ വ്യാഖ്യാനിക്കണം. അതാണ് ഇത്രയും കാലം മുസ്ലിം പുരോഹിതന്മാർ ചെയ്തിരുന്നത്. അണികളും അത് തന്നെ ചെയ്തു. മുമ്പൊരിക്കൽ ഒരു അബ്ബാസ് എന്ന് പറയുന്ന ഒരു ഉസ്താദിൻ്റെ വാക്കുകൾ മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ ഈ മുസ്ലിം പുരോഹിതന്മാരാകുന്ന ഉസ്താദുമാർ കുട്ടികളെ പീഡിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത്. മറ്റൊരു ഉസ്താദുമാരും ഇത്തരം പീഡനവീരന്മാരെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. ഇവരെ പള്ളി വിലക്കിയിട്ടില്ല, ഇവരെ മഹല്ലുകളിൽ നിന്നും വിലക്കി അകറ്റി മാറ്റി നിർത്തിയിട്ടില്ല, ഇവരെ ഇനിയും പള്ളിയിൽ പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് ഭ്രഷ്ട് കൽപ്പിച്ചിട്ടില്ല, ഇവരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. തന്നെയുമല്ല, ഇവർക്ക് മാപ്പു നൽകുകയും ഇവർക്ക് ജാമ്യത്തിനു വേണ്ടി പണം പിരിവെടുത്ത് വക്കീലന്മാരെ വെച്ച് നൽകുകയും ചെയ്ത മതപുരോഹിതന്മാരെ എനിക്കറിയാം. എക്സാമ്പിൾ പറഞ്ഞു തരാൻ വേണമെങ്കിൽ, ഇന്നോവ കുലിക്ക് ഒരു ഷെഫീഖ് കാസിമിയെ നിങ്ങൾക്കറിയുമോ? അയാൾക്കു വേണ്ടി വക്കാലത്തുമായി വന്നത് ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ മാതാവായിരുന്നു, പോപ്പുലർ ഫ്രണ്ടുകാരന്റെ ഭാര്യ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത്? ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സദസ്സുകളിലെ സ്ഥിരം സാന്നിധ്യമായ ഒരു മൗലവി, ഒരു ഉസ്താദ്, ഒരു മദ്രസ പണ്ഡിതൻ, ഒരു മദ്രസ ഉസ്താദ് മാത്രമല്ല, അദ്ദേഹം ഒരു സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹം മദ്രസയിലെ ഒന്നിലധികം കുട്ടികളെ ഡിങ്കോഡാൽഫി ചെയ്തു. ആ കലാപരിപാടികൾ കൃത്യമായി പിടിക്കപ്പെട്ടപ്പോൾ പുതിയ ന്യായീകരണവുമായി ഈ ഉസ്താദിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്നത് ആരാണെന്നറിയാമോ? ഇവരുടെ തന്നെ മതപുരോഹിതന. ഇതാണ് ഇദ്ദേഹം നാസർ കറുത്തേനി എന്നാണ്. ചില മാധ്യമങ്ങൾ നിർബന്ധിതമായ സാഹചര്യത്തിൽ ഈ വാർത്ത നൽകി. എന്താണെന്നറിയാമോ? ഒരു ഉസ്താദ് കുട്ടിയെ പീഡിപ്പിച്ചു. ഈ ഉസ്താദിന് പേരില്ല, ഊരില്ല, ചിത്രമില്ല. ഇങ്ങനെയാണ് അവർ വാർത്ത നൽകിയത്. എന്നാൽ ഇതൊന്ന് കേൾക്കണം. ഈ ഉസ്താദിനു വേണ്ടി ആരാണ് സംസാരിക്കുന്നതെന്നും എന്താണ് സംസാരിക്കുന്നതെന്നും കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് നിരന്തരം മദ്രസകളിൽ ഈ കലാപരിപാടികൾ നടക്കുന്നതും പിടിക്കപ്പെടുന്നതും വീണ്ടും ആവർത്തിക്കപ്പെടുന്നതും എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ സഹോദരൻ മുരിമാഷ് ഒരു പോക്സോ കേസിലകപ്പെട്ട് അറസ്റ്റിലാണ്. വിവരങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നാളെയോട് കൂടിയൊക്കെ എല്ലാവരും അറിയും. ആ വിവരം നിങ്ങൾ ഇനി അറിയുന്നവരെ കുറിച്ച് വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജിന്റെ കാര്യങ്ങൾ അന്വേഷിക്കും. എല്ലാവരോടും ഓരോ പ്രാവശ്യം ഇങ്ങനെ പറയുന്നത് അത്ര ഒരു നമുക്കൊന്ന് സന്തോഷകരമായ ഒരു കാര്യം അല്ലാത്തത് കൊണ്ടും പിന്നെ ഈ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ മടിയുള്ളത് കൊണ്ടും ആണ് ഈ ഗ്രൂപ്പിൽ ഈ കാര്യം പറയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരു 3:30 മണിക്ക് റോട്ടിലുള്ള നമ്മളെ ഓഫീസ് റൂം നമ്മളെ കണ്ടക്കുമല്ലോ, അവിടെ ഗേൾസ് സ്കൂളിലെ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എന്തോ പ്രിന്റ് എടുക്കാൻ വേണ്ടി മാഷെടുത്ത് വന്നു. അപ്പോൾ മാഷ് പ്രിന്റ് എടുക്കാൻ വേണ്ടി പ്രിന്റർ മെഷീനൊക്കെ ഓണാക്കി മാഷിനെ പുറത്തേക്ക് നിന്ന് കുട്ടി റൂമിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അപ്പോൾ വേറെ 2 കുട്ടികൾ ഇങ്ങനെ നടന്നു വരുന്ന ശബ്ദം കേട്ടു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, മാഷ അവരോട് സാറേ എന്നെ ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇല്ലാന്ന് പറയാനില്ല. അങ്ങനെ കുട്ടികൾ കയറി വന്ന് ഈ കുട്ടീനെ ചോദിച്ചു, മാഷ് ഒന്നും ഇവിടെ ഇല്ലല്ലോ, അല്ല അവൾ ഇങ്ങോട്ട് കയറിയിട്ടുള്ളൂ, ഇല്ല ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് മാഷ് പറഞ്ഞു. അപ്പൊ ഈ കുട്ടികൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ ഈ ഉള്ളിലിരിക്കുന്ന പെൺകുട്ടി പറഞ്ഞു, സാറേ ഡോറ് ക്ലോസ് ചെയ്തത് ലോക്ക് ചെയ്തത് അവർ പോയി കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. മാഷടുത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, അതില് നമ്മളടുത്തൊക്കെ സംഭവിക്കാൻ കൂടി അതൊക്കെ എന്ത് പണി ചെയ്യുന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്നു. ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിട്ടാണ് ഈ പറയുന്നത്. ഒരു 6 or 7 വയസ്സുള്ള കുട്ടി, ആ കുട്ടിയെ അന്വേഷിച്ചു വന്ന ആളുകൾ എന്തിന്? വെറുതെ അവർ കളിക്കുമായിരിക്കുമല്ലോ. ഞാനിവിടെ ഇല്ലെന്ന് പറയണമെന്ന് പറഞ്ഞ് മുറിക്കകത്ത് കയറി വാതിലടച്ച് പീഡനവീരന്മാരെ സൂക്ഷിക്കുന്നത് കണ്ടോ? സംരക്ഷിക്കുന്നത് കണ്ടോ? ന്യായീകരിക്കുന്നത് കണ്ടോ? ഒരാള് എന്തോ ഇങ്ങനെ ഒരു സംഭവം നടക്കണമെന്ന് അള്ളാന്റെ വിധി ഉണ്ടായതുകൊണ്ടായിരിക്കാം അങ്ങനെ അദ്ദേഹം ആ ഒരു വലിയ അബദ്ധം പൊട്ടത്തരം ചെയ്തു. ആ ഡോറ് പൂട്ടി മൂപ്പര് താഴത്തേക്കിറങ്ങി കുട്ടികളോട് എന്താ കാര്യം എന്ന് ചോദിക്കണമെന്നൊക്കെ കരുതി ഇങ്ങനെ അറിഞ്ഞതാണ്. പക്ഷെ അപ്പോൾ ഈ പോയ 2 കുട്ടികൾ താഴത്തോടെ ഓട്ടോറിക്ഷക്കാരോട് വിവരം പറഞ്ഞു, മാഷ റൂമിൽ പെൺകുട്ടിയുണ്ട്, മാഷ അവിടെ എല്ലാവരും അവിടെ വിടുന്നില്ല എന്നതാണ്. ഈ ഇങ്ങനത്തെ കേസ് കേട്ട ഓട്ടോറിക്ഷക്കാർ പല കുറ്റപ്പെട്ടുള്ള ഏതാളുകളാണെങ്കിൽ ഇങ്ങനത്തെ സംഭവം കേൾക്കുമ്പോൾ അതിൽ സ്വാഭാവികമായും ആവേശം കയറുന്ന ആൾക്കാരും ഇങ്ങനത്തെ ആളുകൾ ഓട്ടോറിക്ഷക്കാർക്ക് ഏതായാലും ഒരാൾക്ക് മേലേക്ക് പറഞ്ഞു കയറി. അങ്ങനെ മാസ്റ്റർ ചോദിച്ചാൽ പിന്നെ മാസ്റ്റർ കുട്ടികളെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ഒരു അളവ് പറഞ്ഞതുകൊണ്ട്
പിന്നെ ആ കളവ് തന്നെ ഇവരോടും പറഞ്ഞു, ഓട്ടോറിക്ഷക്കാരോടും പറഞ്ഞു. പിന്നെ അതങ്ങനെ കളവ് പിന്നെ ചാവി ചോദിച്ചു, ആവില്ല, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ വെറുതെ ആദ്യം ഒരു കളവ് പറഞ്ഞതിന് ന്യായീകരിക്കാൻ വേണ്ടി പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി. അതിൻ്റെ ഉള്ളിൽ ഒന്നും തിരക്കും ഇല്ല. പിന്നെന്താ തല്ലി ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവസാനം ഇവരൊക്കെ ആ ഡോറിന്റെ മേലെ കൂടെ ഗ്രേഡിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ കുട്ടീനെ കണ്ടപ്പോൾ കുട്ടിയെ കണ്ട് അങ്ങനെ ഇതായി. ഏതായാലും മാഷ് ഡോർ തുറന്നു. മാഷ് തുറന്നതായി മാഷ് ചാവി കൊടുത്തിട്ട് മറ്റൊരു തുറന്നല്ല, എന്താണെങ്കിലും ഡോർ തുറന്നപ്പോൾ കുട്ടിയുടെ ഉള്ളിലുണ്ട്. പക്ഷെ കുട്ടി ഒന്നും പറഞ്ഞു, ഞാൻ ബ്ലഡ് എടുക്കാൻ വന്നതാണ്, എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് കുട്ടി നല്ല മൂടായിട്ട് തന്നെ പെരുമാറി. അങ്ങനെ കുട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആ പ്രശ്നം ശരിക്കും അവിടെ അങ്ങനെ അവസാനം. എന്ത് കള്ളമാണ് പറയണെന്ന് നോക്കി. ഈ കുട്ടി പറഞ്ഞു കൊടുത്ത മൊഴിയാണ് FIR-ലുള്ളത്. എന്തായാലും 7ഉം 8ഉം വയസ്സായ കുട്ടി അത്രമാത്രം ആരും പഠിപ്പിക്കാനുള്ള അവസരം പോലും കിട്ടുന്നില്ല. ഈ സാറിനോട് എന്താ കുട്ടിക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ പോക്സോ കേസിൽ അകപ്പെടുത്താൻ? പോക്സോ കേസിലെ പ്രതികളെ എന്ത് സുരക്ഷിതമായിട്ടാണ്, എന്ത് തന്ത്രപൂർവമായിട്ടാണ് അണികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന കളവ് എന്ന് നോക്കിക്കാം. പക്ഷെ പിറ്റേ ദിവസം തിങ്കളാഴ്ച മാസം കുറച്ച് ദിവസമായിട്ട് സ്കൂളിൽ ലീവിലാണ്. അപ്പോൾ കുറേ ലീവുകൾ എടുക്കാറുണ്ടാവും. അതായത് അടുത്ത മെയ് മാസത്തോടു കൂടി മുപ്പത് റിട്ടയർഡ് ആവും ചെയ്യും. അപ്പോൾ അയാളെ ലീവിലാണ്. അപ്പോൾ ഏതായാലും പിന്നെ ആരോ ചൈൽഡ് ലൈനിലേക്ക് വിളിച്ച് പറഞ്ഞു. ചൈൽഡ് ലൈനിൽ നിന്ന് സ്കൂളിൽ ഒരു കൗൺസിലിംഗ് നടത്തുന്ന ടീച്ചറുണ്ട്. ആ ടീച്ചറെ വിളിച്ച്, അല്ല, കുട്ടി റൂമിലേക്ക് വന്നു, അടച്ചിട്ടു, സാറ് പുറത്തേക്ക് ഇറങ്ങി, വന്ന കുട്ടികൾ കണ്ടുമില്ല. ഓട്ടോക്കാരോട് ആരാ പറഞ്ഞത് കുട്ടി മുറിക്കകത്തുണ്ട് എന്ന്? പറയുമ്പോൾ ഒരു സാഹചര്യ തെളിവുകളൊക്കെ വേണ്ടേ സാറേ? പിന്നെ അതൊക്കെ നിയമപരമായിട്ട് അങ്ങനെ പോയി. അവരുടെ ഇതാക്കല് പോലീസായിട്ട് ബന്ധപ്പെട്ട് പോലീസ് കുട്ടീൻ്റെ മൊഴിക്കൽ ഇങ്ങനെ അതങ്ങനെ പോയി. പക്ഷെ ഈ മാഷെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഭയങ്കര സംഭവമാണെന്നോ അല്ലെങ്കിൽ കുടുത്തമുട്ട കേസാണോ എന്നൊന്നും മനസ്സിലായില്ല. കാരണം മൂപ്പരൊന്നും ചെയ്തിട്ടില്ല എന്ന്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളല്ലല്ലോ മാഷ്. അതുകൊണ്ട് മാഷിന് പാവം. അതുകൊണ്ട് അയാൾക്കൊരു പേടിയില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ പോക്സോ ആണ്. ഇതിപ്പോ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടിന്റെ മൊഴിന്റെ അടിസ്ഥാനത്തിൽ പോക്സോ വരും. അപ്പൊ അല്ല, പിന്നെയും പ്രശ്നം അല്ലേ സാർ? അത് ചെയ്തിട്ടില്ലെങ്കിൽ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാ പോക്സോ വരിക? കുട്ടിയോട് ആര് ചോദിച്ചാലും കുട്ടി സത്യം അങ്ങ് പറഞ്ഞാൽ പോരെ. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പോക്സോ വരിക? കോൺഫ്ലിക്റ്റ് കരുതണം എന്നൊക്കെ ഞാനും പറഞ്ഞു കൊടുത്തു. ഏതായാലും പിന്നെ അങ്ങനെ വൈകുന്നേരം ഞാനും മാഷും കൂടി വണ്ടൂരിൽ നിന്ന് മാറിയിരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ നിലമ്പൂർ പോയി. അവിടെ ഞങ്ങളൊരു വക്കീലിന്റെ അസിസ്റ്റന്റായിട്ടൊക്കെ സംസാരിച്ചു. അങ്ങനെ ഇതായപ്പോ പിന്നെ ഈ കുട്ടിന്റെ മൊഴിയും ഒക്കെ എന്തായാലും നെഗറ്റീവ് ആണ് എന്നുള്ളൊരിത് വന്നപ്പോ, അയ്യോ സാർ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കുട്ടി കള്ളം പറഞ്ഞോ? എന്നാ പിന്നെ നിങ്ങൾക്ക് സത്യം തെളിയിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഇനി എന്താ ചെയ്യുക എന്നുള്ളത് ആലോചിച്ചു. അപ്പോ പിറ്റേന്ന് കുട്ടിനെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കുകയും മജിസ്ട്രേറ്റിന്റെ അടുത്ത് നിന്ന് മൊഴി കൊടുക്കുകയും ചെയ്യും എന്നറിഞ്ഞു. അപ്പൊ നമ്മൾ ഈ കുട്ടിന്റെ വീട്ടിൽ ഒരാളുകളെയൊക്കെ പറഞ്ഞയച്ചാൽ അവരോട് സംസാരിക്കാനും ഒക്കെ ഇതാക്കി. പക്ഷെ കുട്ടിന്റെ പേരൻസ് ഭയങ്കര എന്തെങ്കിലും ഉറച്ചു നിന്ന. എന്തിന് മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കിയാൽ തന്നെ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. പിന്നെന്തിനാ വക്കാലത്തുമായിട്ട് ആളുകളെ റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് പറഞ്ഞ് വീട്ടിൽ വിടേണ്ട കാര്യം എന്താ? ഒരു ഭയങ്കര ഇതിൽ നിൽക്കണം. ഒന്നും കോംപ്രമൈസ് നടന്നില്ല. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അന്ന് രാത്രി മാഷ് വക്കീലിന്റെ അസിസ്റ്റന്റിന്റെ നിർദ്ദേശപ്രകാരം അവിടുന്ന് മാറി നിന്നു. അതായത് നാട്ടിൽ നിന്ന് മുങ്ങി. പിന്നെ ചൊവ്വാഴ്ച മജിസ്ട്രേറ്റിന്റെ അതായത് കുട്ടി മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കി. അപ്പോൾ അങ്ങനെ ശരീരബന്ധങ്ങളൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് തെളിഞ്ഞു. മറ്റേ മജിസ്ട്രേറ്റിന്റെ മുമ്പ് മൊഴി കൊടുത്തു. പക്ഷെ അതിൽ എന്തോ ഒരു പിന്നെ കെട്ടിപ്പിടുത്തു, അങ്ങനെ എന്തൊക്കെ കുട്ടി പറഞ്ഞു. എങ്ങനെയുണ്ട് മെഡിക്കൽ ടെസ്റ്റ് ഇദ്ദേഹത്തിന് എതിരായിരുന്നു എന്ന് പറയാൻ ഉസ്താദിന് പറ്റുന്നില്ല. അല്ല, മുറിക്കകത്ത് നിന്നിട്ടല്ലേ ഉള്ളൂ, പിന്നെന്താണ് കെട്ടിപ്പിടുത്തത്തിലേക്കൊക്കെ വന്നു എന്ന് കുട്ടി പറഞ്ഞത്? അതിന്റെ അടിസ്ഥാനത്തിൽ പോക്സോ കേസ് ചുമത്തി. കെട്ടിപ്പിടിച്ച പോക്സോ ആവുക? നമ്മള് പിന്നെ SI കാര്യങ്ങൾ സംസാരിച്ചു. SI എന്താണെങ്കിലും ഇത് ഇതാക്കണം, കാരണം വേറെ വകുപ്പും ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. വക്കീലായിട്ട് പോക്സോന്റെ വക്കീലായിട്ട് സംസാരിച്ചു. അവർ മുൻകൂർ ജാമ്യം കിട്ടൂല എന്നുള്ളത് പറഞ്ഞു. പിന്നെ എന്തായാലും സറണ്ടർ ആവുക. സറണ്ടർ ആയതിനു ശേഷം റിമാൻഡ് ഉണ്ടാവും. ചിലപ്പോൾ 1 മാസം ഒക്കെ ആയിരിക്കാം. എന്തായാലും ആ റിമാൻഡ് കാലാവധി കഴിഞ്ഞാൽ ജാമ്യം കിട്ടും. അതിന്റെ ശേഷം ആ സമയത്ത് ജാമ്യം കിട്ടിയതിനു ശേഷം കോംപ്രമൈസ് ഇതാക്കാം എന്നുള്ള നിലപാടിൽ പിന്നെ ഞാൻ മാഷെ ബന്ധപ്പെട്ടു തിരിച്ചു വരാൻ പറഞ്ഞു. മാഷ് വന്നു. അങ്ങനെ നമ്മൾ പോലീസിന്റെ അടുത്ത് പോയി കീഴടങ്ങി. ഇതാണ് സംഭവിച്ചത്. ഈ ന്യൂസ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പോലീസുമായിട്ടും ഒക്കെ എല്ലാവരും സഹകരിച്ചു. അവർക്ക് നന്നായിട്ട് സഹകരിച്ചു. പിന്നെ
അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ന്യൂസ് വന്നാൽ അല്ലെ, ന്യൂസ് വരാതിരിക്കുന്നതിനു വേണ്ടി പോലീസ് നമ്മളോട് സഹകരിച്ചു. നമ്മളെ മീഡിയകൾ ചാനലുകാരൊക്കെ എല്ലാവരും നമ്മൾ സഹകരിച്ചു. പക്ഷേ ഈസ്റ്റ് ലൈവ് കേട്ടോ, ചാനലുകാരും ന്യൂസുകാരും പോലീസുകാരും ഈ വാർത്ത ലീക്കാകാതിരിക്കാൻ സഹകരിച്ചു. എവിടെയാ സത്യം തേടി അലയുന്നത്? യൂബുണ്ടല്ലോ ഡിവൈഎഫ്ഐന്റെ, അവൻ മാത്രമാണ് വാശിയിൽ ഓന് ഒരാളുടെ കൊടുക്കാതൊക്കെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അതിന് പോലീസുകാരെ റിപ്പോർട്ട് കൊടുത്തില്ല, അവിടെ ചെയ്യുമ്പോൾ ഉണ്ടാക്കി അങ്ങനെ ഭയങ്കര ഇതൊക്കെ ആക്കിക്കൊണ്ട് എന്തായാലും കൊടുക്കുമെന്ന് പറഞ്ഞു. ഓന് പല സംഗതികളും നമ്മൾ ക്യാഷായിട്ടും മറ്റേതായിട്ടും ഒക്കെ വാഗ്ദാനം ചെയ്തു. പലരുമായിട്ട് അവനെ സംസാരിപ്പിച്ചു. അവൻ ഭയങ്കര പിടിച്ച വാശിയിൽ നിന്നു. ഓനാണിപ്പോൾ ഇത് ഭയങ്കര റിപ്പോർട്ടായിട്ട് വാശിയെടുത്ത് പേരും സിനിമന്റെ പേരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കൊടുത്തു. ഏതായാലും അങ്ങനെ ഇതാക്കി. പിന്നെ ഈ പൈസ കൊടുത്ത് വശീകരിക്കാൻ ഡിവൈഎഫ്ഐക്കാരനെ കിട്ടിയില്ല അല്ലേ? ഓക്കെ, ഒരു മാസം അല്ലെങ്കിൽ ഒരു 3 ആഴ്ചയൊക്കെ എന്തായാലും ജയിലിൽ റിമാൻഡ് അനുഭവിക്കുള്ളൂ. അത്ര കിടങ്ങുക അല്ലെങ്കിൽ ആ ഒരു പിന്നെ പ്രശ്നമല്ലല്ലോ. ഇപ്പൊ ഇതിലൊരു ഫോട്ടോ വന്നുള്ളത്. അപ്പൊ ഏതായാലും നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ. മാഷ് അങ്ങനെ ഇപ്പൊ ഇന്ന് മജിസ്ട്രേറ്റ് മുമ്പ് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. മെഡിക്കൽ എടുത്തു. മജിസ്ട്രേറ്റ് ഇന്നില്ല, വീട്ടിലില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നാളെ മഞ്ചേരി പോക്സോ കോടതിയിൽ ഹാജരാക്കും. അപ്പൊ എല്ലാവരും പറയുന്നത് നമ്മൾ സഹോദരനാണ്. മാഷുമായിട്ട് പരിചയപ്പെട്ടവർക്ക് ഇടപഴകിയവർക്കൊക്കെ അറിയാം മാഷ സ്വഭാവം എന്താണ്, മാഷ് ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്യോ എന്നുള്ളതൊക്കെ. എന്തായാലും റിമാൻഡ് ഇല്ലാതെ കഴിയില്ല. കാരണം ഓരോ നിയമത്തിന്റെ ഒരു കാര്യങ്ങൾ അങ്ങനെയാണ്. ഈ വകുപ്പിന്റെ ഇതിൽ റിമാൻഡ് ഇല്ലാതെ ഒരിക്കലും കേസ് തീരില്ല, ജാമ്യം കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വക്കീലിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് നമ്മൾ സറണ്ടർ ആയത്. അപ്പൊ എല്ലാവരും ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ റിമാൻഡ് കാലാവധി അധികം ദീർഘിപ്പിക്കാതെ ജാമ്യം കിട്ടുവാനും അതിനുശേഷം കോംപ്രമൈസ് ആയി മാഷ് നിരപരാധിയായി കേസുകൾ ഒന്നും വലിയ കേസ് ഇതൊന്നും ഇല്ലാതെ നിരപരാധിത്വം തെളിയിച്ച് ഈ സമൂഹത്തിൽ വന്ന് നമ്മളെ അവിടെ കൂടെ സന്തോഷത്തോടുകൂടി ജീവിക്കാനൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കണം എന്നാണ് വസിയത്ത് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഒരു നേരത്തെ ഒരു അബദ്ധം അല്ലെങ്കിൽ പൊട്ടത്തരമാണ്. കാരണം ഡോറ് പൂട്ടി എന്നുള്ള ആ ഒരു വിഡ്ഢിത്തരാണ് മാഷെടുത്ത് പറ്റിയത്. നമുക്കൊക്കെ പറ്റാവുന്ന അല്ലെങ്കിൽ പറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അവരെല്ലാവരും 19 വയസ്സുള്ള ഒരു അധ്യാപകൻ, ഒരു കുട്ടി ഞാനിവിടെ ഉണ്ടെന്ന് പറയരുതേ എന്ന് പറയുമ്പോൾ മുറിക്കകത്തിട്ട് പൂട്ടി. കുട്ടി പറഞ്ഞത് കൊണ്ടാണത് ചെയ്തത്, അദ്ദേഹം അറിയാതെയാണത് ചെയ്തത്, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കണമല്ലേ? വിശ്വസിച്ചിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി കഠിനമായിട്ട് പ്രാർത്ഥിക്കണം. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവശുദ്ധിയെ നമ്മളിങ്ങനെ നിരന്തരം മത്സരിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ശ്രദ്ധിക്കേണ്ടത്. എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംഭവം അള്ളാന്റെ ഒരു കഥ നമുക്ക് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ടെങ്കിൽ അതൊക്കെ വരും. നമ്മളൊക്കെ കഥയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ എന്തായാലും അങ്ങനെ സംഭവിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ അതിലൊക്കെ പെടാതിരിക്കാൻ അള്ളാന്റെ കാവലിനെ തേടുക എന്നാണ് പറയുന്നത്. ഏതായാലും മാഷക്കും മാഷ ഫാമിലിക്കും ഒക്കെ മാനസിക ആരോഗ്യം ഉണ്ടാവാനും ക്ഷമ ഉണ്ടാവാനൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും. ഇതിൽ കൂടുതൽ തൻ്റെ സഹജീവിക്ക് വേണ്ടിയിട്ട് എന്താണ് ഇദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുക? ഒരു പള്ളിയിലെ ഉസ്താദ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ ചെയ്ത ഒരു രീതിയെ ഇതിൽ കൂടുതൽ വിശ്വാസികൾക്ക് മുമ്പിൽ ന്യായീകരിക്കാൻ കഴിയില്ല. പോലീസുകാരെ കയ്യിലെടുത്തു, മാധ്യമപ്രവർത്തകരെ കയ്യിലെടുത്തു, മുഖ്യധാരാ മാധ്യമങ്ങളിൽ വാർത്ത വരാതിരിക്കാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. കുട്ടിയുടെ വീട്ടിൽ ആളെ വിട്ട് സ്വാധീനിപ്പിക്കാൻ ശ്രമിച്ചു. ഏറ്റവും ഒടുവിലായി ഇദ്ദേഹത്തിന്റെ മനസമാധാനത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. മറ്റ് സത്യവിശ്വാസികളോട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിരന്തരം ആവശ്യപ്പെട്ടു. ഇതിൽ കൂടുതൽ എന്താ ഈ മനുഷ്യൻ ചെയ്യുക? ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചു. പിന്നീടാണ് ഒരു കുഞ്ഞിനെയല്ല പല കുഞ്ഞുങ്ങളെ ഇയാൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുഞ്ഞുങ്ങൾ രംഗത്ത് വരുന്നത്, മാതാപിതാക്കൾ രംഗത്ത് വരുന്നത്, കേസ് സ്ട്രോങ് ആകുന്നത്, കുട്ടിയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയയാക്കുന്നത്, കുട്ടിയിൽ നിന്നും മൊഴിയെടുക്കുന്നത്, കുട്ടി കളവാണോ പറഞ്ഞത് എന്ന് ടെസ്റ്റ് ചെയ്യാൻ പല ആളുകളും മാറി മാറി ചോദിക്കുന്നത്. അതിൽ നിന്നാണ് നാസർ എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ നിരന്തരമായ സദസ്സുകളിൽ പ്രത്യക്ഷപ്പെടുന്ന വ്യക്തിയുടെ ലീലാവിലാസം എന്തായിരുന്നു എന്ന് പോലീസുകാർ അറിയുന്നു. ഒരു ഡിവൈഎഫ്ഐക്കാരൻ നെഞ്ചു വിരിച്ചു നിന്ന് ഈ സത്യം ജനങ്ങളെ അറിയിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണെന്നും നിങ്ങൾ എന്തൊക്കെ തന്നെ തന്നാലും ശരി എന്നെ നിങ്ങൾക്ക് വിലക്കെടുക്കാൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിച്ച് അദ്ദേഹം ഇറങ്ങി തിരിച്ചപ്പോൾ ഈ വാർത്ത ലോകമറിഞ്ഞു. അതല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഈ വാർത്തയെ ഒതുക്കി തീർക്കാമോ അതൊക്കെ മാക്സിമം ശ്രമിച്ചു പരാജയപ്പെട്ടു പോയി.
കണ്ടില്ലേ, അദ്ദേഹം തന്നെ പറയുക, വാട്സപ്പ് ഗ്രൂപ്പിൽ രഹസ്യമായിട്ടിട്ടത് അവർക്കിടയിൽ മാത്രം. അപ്പോൾ അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ഓഡിയോ ലീക്കായി. അങ്ങനെയാണ് ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ ഈ വാർത്ത ഏറ്റെടുത്ത് ചെയ്യുന്നത്. വെളുക്കാൻ തേച്ചത് പാണ്ടായി. എന്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ നിരന്തരം ഉണ്ടാകുന്നതെന്ന് മനസ്സിലായോ? ഇതുപോലെ തന്നെയാണ് മലദ്വാർ ഗോൾഡ്. എന്തുകൊണ്ടാണ് ഇത്രയും വർദ്ധിച്ചു വരുന്നത്? ഇത് തന്നെ കാരണം. നന്ദി.